ഹലോ, ഇന്നിവിടെ സൺഡേ മോർണിംഗാ. ജിം പോണവേ അമ്മ വിളിച്ചപ്പോൾ പേരാമ്പ്രപ്പള്ളിയിൽ അമ്പ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ പറയായിരുന്നു. കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടും നാട്ടിലെ ബെസ്റ്റ് ബഡീസ് ഒക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നുകൊണ്ടും അന്തോണീസ് പുണ്യാളൻ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ. ഞങ്ങൾ പിള്ളേർ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അമ്പെഴുന്നള്ളിപ്പിൻ്റെ കൂടെയൊക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് കമ്പൈൻ സ്റ്റഡീസും സ്ലീപ്പ് ഓവേഴ്സും ഓണം, ക്രിസ്മസ്, പെരുന്നാളൊക്കെയായി ഒറ്റക്കെട്ടായിരുന്നെങ്കിലും ഇന്ന് ഞങ്ങളൊക്കെ ഭൂമിയുടെ 4 ഡിഫറെൻറ്റ് കോർണേഴ്സിലാണ്. അയ്യോ, ഇതൊരു നൊസ്റ്റാൾജിക് സെൻഡി സ്റ്റോറി ഒന്നുമല്ല കേട്ടോ. പറഞ്ഞു വന്നത് പെരുന്നാളിൻ്റെയും ക്രിസ്മസിൻ്റെയും രുചിക്കഥയാണ്. ഒരു ചാലക്കുടിക്കാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ കോമൺ ആയിരുന്നു പോർക്ക് കറി. അതുകൊണ്ട് അമ്മ പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോക്കും കായും കഴിക്കാനൊരു കൊതി. അപ്പോൾ തന്നെ കോസ്കോ പോയി പോക്കും വാൾമാർട്ടിന് കായും വാങ്ങി നല്ലൊരു പോർക്ക് റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. സംഭവം കളറായിരുന്നു. പക്ഷെ അമ്മമാരുണ്ടാക്കുന്ന ആ രുചി കിട്ടിയോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരിക്കുമ്പോഴാണ് രശ്മി നൈറ്റ് ഷോപ്പിങ്ങിന് വിളിക്കുന്നത്. ഷോപ്പിംഗ് മാളിൽ കേട്ടതേ ഓർമ്മയുള്ളൂ. ഞാൻ ചാട്ടപ്പെടാന്ന് റെഡിയായി. ദിമുന് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഹച്ചിലെ പട്ടിക്കുട്ടിയെ പോലെ ആദർശിൻ്റെ രശ്മിയുടെയും കൂടെ കൂടി പാതിരാത്രി വരെ അവിടെയൊക്കെ കറങ്ങി കടയൊക്കെ പൂട്ടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രവാസിയായി ജീവിക്കുമ്പോൾ ഫാമിലിയെ പോലെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ കിട്ടിയതിൽ ഐ ആം സോ ബ്ലെസ്ഡ്. വേറൊരു കഥയായിട്ട് നാളെ വരാം. ബൈ.